ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ശാന്തൻപാറ പുത്തടി കല്ലിങ്കൽ മാത്യു വർഗീസ്. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഇദ്ദേഹം പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇല്ല. 60 വയസ്സുള്ള മാത്യുവിന്റെ ഭാര്യ എൽസി 22 വർഷമായി ക്യാൻസർ ബാധിതയാണ്. ഇവരോടൊപ്പമുള്ള മകൻ അജേഷ് 70% ബുദ്ധിവളർച്ച കുറവുള്ളയാളുമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന മാത്യുവിന് കൂലിപ്പണിക്ക് പോകാനും കഴിയുന്നില്ല. ആകെയുള്ള 20 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഭാര്യയെ ചികിത്സിച്ചത്. അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര ചോരുന്നതാണ്. പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും കൊണ്ട് ഒരു മഴക്കാലം കൂടി ഈ വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്യുവിന് ആശങ്കയാണ്. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്യു പറയുന്നു. ക്യാൻസർ ഒന്ന് തലയ്ക്ക് വന്ന് 22 കൊല്ലമായി. മരുന്ന് നിർത്താതെ മരുന്ന് കഴിക്കണം. മരണം വരെ 2 പേരുടെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടു. ഗർഭിണിനെ കുത്തിമാനുള്ളത് എനിക്കൊന്നും പോയി. എനിക്ക് കാല് മുട്ടുവേദന ആയിട്ട് ചികിത്സ, പണിക്കും പോകാൻ പറ്റില്ല. ആശുപത്രിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് 5-8 കൊല്ലമായി. ബ്ലോക്കിലേക്ക് അയച്ചേക്കുക. അവിടെ നിന്ന് വരട്ടെന്ന്. ഇവിടെ അടുത്തൊക്കെ നല്ല വാനും ജീപ്പും 1.5 ഏക്കർ സ്ഥലമുള്ള ആൾക്കൊക്കെ കൊടുത്ത് നിരപണി വാർത്ത് പണി തീരാറായി വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കൊടുത്ത രീതിക്ക് എനിക്ക് കിട്ടാം. വരുമാനമൊന്നുമില്ല. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകി മടുത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. അനർഹരായ ഒരുപാട് ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോഴാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത തന്നെയും കുടുംബത്തെയും അവഗണിക്കുന്നതെന്നാണ് മാത്യുവിന്റെ പരാതി.